വിശദമായ വാർത്തകളിലേക്ക്. മണ്ഡല മകരവിളക്ക് കാലത്ത് 51 യുവതികൾ പ്രശ്നങ്ങളില്ലാതെ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇവരുടെ വിശദമായ പട്ടികയും ഡിജിറ്റൽ സ്കാനിലൂടെ കിട്ടിയ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുമാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചത്. ശബരിമല ദർശനം നടത്തിയതിന്റെ പേരിൽ സംഘപരിവാർ ആക്രമണം നേരിടുന്ന ബിന്ദുവിനും കനകദുർഗയ്ക്കും ഇപ്പോഴുള്ള സംരക്ഷണം തുടരണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഹരീഷ് നൽകുന്നു വിവരങ്ങൾ. ഈ മണ്ഡല മകരവിളക്കുകാലത്ത് 51 സ്ത്രീകൾ വെർച്വൽ ക്യൂ പ്രകാരം ശബരിമല ദർശനം നടത്തി എന്നുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന്റെ വിശദമായ റിപ്പോർട്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ മുമ്പാകെ അവർ അവതരിപ്പിക്കുകയും ചെയ്തത്. കാരണം 51 പേർ വെർച്വൽ ക്യൂ പ്രകാരമാണ് എത്തിയെന്നുള്ള ഒരു വ്യക്തമായ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ 7564 യുവതികൾ ഈ വിഷയത്തിൽ ശബരിമല ദർശനം നടത്താൻ വേണ്ടി വെർച്വൽ ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷെ അതിൽ തന്നെ 51 പേരാണ് ദർശനം നടത്തിയതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അതിനുവേണ്ട റിപ്പോർട്ടാണ് സുപ്രീം കോടതി മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു, കനകദുർഗയ്ക്കും അതുപോലെ തന്നെ ബിന്ദുവിനുമുള്ള പ്രൊട്ടക്ഷൻ, അതായത് സംരക്ഷണം എന്തായാലും നീട്ടി നൽകാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചു കനകദുർഗയ്ക്കും പറഞ്ഞ ബിന്ദുവിനും പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ഉത്തരവിട്ടു. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിജയ് ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നിലവിൽ തന്നെ സംസ്ഥാന സർക്കാർ ഈ പറഞ്ഞ ജനുവരി 2-ന് ശേഷം അവർ ദർശനം നടത്തിയതിനു ശേഷം തൊട്ടു മുതൽ അവർക്ക് ഈ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി അവർക്കുള്ള പ്രൊട്ടക്ഷൻ എന്തായാലും ശക്തമായി തന്നെ നൽകണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്തായാലും 51 പേർ സ്ത്രീകൾ, യുവതികൾ എന്തായാലും ശബരിമല ദർശനം നടത്തിയെന്ന് ഈ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. കാരണം ഇതെല്ലാം തന്നെ ശക്തമായ വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇത് വെർച്വൽ ക്യൂ മുഖാന്തരമാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, യന്ത്രങ്ങളുടെ ഈ പ്രവൃത്തിയിലൂടെ വന്ന റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഫേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഒരു തരത്തിൽ സംസ്ഥാന സർക്കാരിന് വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇതെല്ലാം തന്നെ ഓരോ വ്യക്തികളും അവരുടെ ആധാർ വെച്ച്, അല്ലെങ്കിൽ അവരുടെ പാൻ കാർഡ്, അല്ലെങ്കിൽ അവരുടെ ഐ ഡി കാർഡ്, അവരുടെ ലൈസൻസ് കാർഡ് എന്നിങ്ങനെ വെച്ച് അവർ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതാണ്. ആ ലിസ്റ്റ് പ്രകാരം അവരെ നിലയ്ക്കലും അതുപോലെ മരക്കൂട്ടത്തും അതിനുശേഷം പമ്പയിലും ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം തന്നെ അവരെ മരക്കൂട്ടത്ത് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ലാസ്റ്റാണ് നടപ്പന്തൽ ചെക്ക് ചെയ്യുന്നത്. ആ നടപ്പന്തലിലൂടെ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമാണ് അവർ ദർശനത്തിന് വേണ്ടി അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഇത്രയും സ്ഥലത്ത് നടന്ന ദർശനത്തിന് ഇത്രയും പേർ എത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ വ്യക്തമായ കണക്കുകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ തന്നെ കനകദുർഗയ്ക്കും അതുപോലെ തന്നെ ബിന്ദുവിനുമെതിരെ ശക്തമായി തന്നെ സംഘപരിവാർ സംഘടനകൾ അവർക്കെതിരെ സൈബർ ലോകത്തും അല്ലാതെയും അവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ കുറെ കാലം ഒളിവിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ അവർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഈ പറഞ്ഞ കനകദുർഗയും അതുപോലെ തന്നെ ബിന്ദുവും ചൂണ്ടിക്കാണിച്ച ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനമെടുത്തില്ല. അതെല്ലാം തന്നെ തള്ളുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഈ ബിന്ദുവും കനകദുർഗയും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ തന്നെ തങ്ങൾക്ക് രണ്ടുപേർക്കും പൂർണ്ണ സമയ സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ആ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. അതിനുവേണ്ടി സർക്കാർ നിർദ്ദേശവും നൽകി. പക്ഷേ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായ തന്ത്രി രാജീവ് കണ്ടടക്കമുള്ളവർക്കെതിരെ എന്തായാലും കോടതി നടപടി കേസെടുക്കണം. കാരണം ഈ രണ്ട് സ്ത്രീകളും ദർശനം നടത്തിയതിനു ശേഷം തന്നെ നട അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിനുശേഷം അവിടെ ശുദ്ധിക്രിയ ചെയ്യുന്നു. അതെല്ലാം ശരിയായ നടപടിയല്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതോടൊപ്പം തന്നെ അതൊരു സുപ്രീം കോടതിയുടെ വിധിയെ നിന്ദിക്കുന്ന തരത്തിലുള്ള നടപടിയാണെന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ശുദ്ധിക്രിയ നടത്തിയത് ശരിയായ നടപടിയല്ല, കാരണം അതൊരു സ്ത്രീകളുടെ അന്തസ് ഇല്ലാതാക്കുന്നതാണെന്നും ഈ പറഞ്ഞ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു. ആ കാര്യത്തിൽ തന്നെ സർക്കാർ ഈ പറഞ്ഞ കോടതി വാദം കേട്ടില്ല. അതെല്ലാം തന്നെ കോടതി തള്ളി. കാരണം ഈ വിഷയത്തിൽ 50ഓളം പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹർജികൾക്കൊപ്പം തന്നെ പരിഗണിക്കാമെന്നായിരിക്കും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ടാവുക. കാരണം ആ ഹർജികൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഹർജി കൂടി അതിലേക്ക് പരിഗണിക്കേണ്ട സാഹചര്യമില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. 3-അംഗ ബെഞ്ചാണ് ഇന്ന് എന്തായാലും വാദം കേട്ടത്. ശബരിമലയിലെത്തിയ 51 യുവതികൾ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ എത്തിയവരെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഈ സീസണിൽ 44 ലക്ഷം പേർ ശബരിമലയിൽ ദർശനം നടത്തി. ഇതിൽ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ മാത്രം എത്തിയത് 8.2 ലക്ഷം പേരാണ്. 7564 യുവതികളും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. കനകദുർഗയും ബിന്ദുവും എത്തിയത് രജിസ്റ്റർ ചെയ്യാതെയെന്നും ദേവസ്വം മന്ത്രി സ്ഥിരീകരിച്ചു. ഷീജ നൽകുന്ന റിപ്പോർട്ട്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ച വൃശ്ചികം 1, അതായത് നവംബർ 16-ാം തീയതി 2018 നവംബർ 16-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ മഹോത്സവത്തിന്റെ അന്നു മുതലുള്ള കണക്കുകൾ പ്രകാരമുള്ള പട്ടികയാണ് ഇന്ന് ഏതായാലും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നത് 44 ലക്ഷം ഭക്തരാണ് ഇത്തവണ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 16 ലക്ഷം പേരാണ് ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനത്തിലൂടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ
എന്നാൽ ഈ 16 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തതിൽ 8.2 ലക്ഷം പേർ മാത്രമാണ് ദർശനം നടത്തിയത്. അതിൽ നിന്നുമാണ് 7,564 പേർ, അതിൽ നിന്നുള്ള 7,564 പേരാണ് യുവതികൾ, അതായത് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതികൾ രജിസ്റ്റർ ചെയ്തവർ. ഇതിൽ നിന്നുള്ള 51 പേരാണ് ഇന്നിപ്പോൾ ഈ രീതിയിൽ ഈ ക്യൂ സംവിധാനത്തിലൂടെ ശബരിമലയിൽ എത്തി എന്നുള്ള കാര്യം സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇത് ഈ രീതിയിലുള്ള ഓൺലൈൻ ക്യൂ സമ്പ്രദായത്തിലൂടെ രജിസ്റ്റർ ചെയ്തവരാണ് എന്നുള്ള കാര്യം തന്നെയാണ് ദേവസ്വം മന്ത്രി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 51 പേര് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് കടന്നുപോയതായിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതായിട്ടുള്ള അഫിഡവിറ്റിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പറ്റില്ല, അതുവഴി കടന്നുപോയതായിട്ട് രേഖകൾ കാട്ടുന്നത് ഇതാണ്. ഇതേ നമ്മുടെ കൈവശമുള്ള രേഖകൾ. നമുക്ക് അവിടെ അല്ലാതെ അവിടെ വരുന്ന അയ്യപ്പസ്വാമിമാരുടെ പ്രായമന്വേഷിക്കലൊന്നും നമ്മുടെ ഒരു കൺസേൺ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന സ്ത്രീകളെ തിരിച്ചറിയുന്നത് അത് അവർ തന്നെ നൽകുന്ന ആധാർ വിവരപ്രകാരം തന്നെയാണ്. ആധാറിലെ അവർ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയതനുസരിച്ച് അവർ ആ രേഖകളുമായി തന്നെയാണ്, ആ സ്ലിപ്പുമായിട്ടാണ് പമ്പയിലെത്തുന്നത്. അവിടെ നിന്നും സ്റ്റാമ്പ് ചെയ്ത് നൽകുകയാണ് അവർക്ക് ചെയ്യുന്നത്. ഈ രീതിയിലാണ് അവിടെ സ്ത്രീകൾ എത്ര പേർ എത്തി എന്നുള്ള കാര്യം തിട്ടപ്പെടുത്തുന്നത്. ഈ രേഖകളാണ് ഏതായാലും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയത്. ഇതിൽ മന്ത്രി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ഇതിനു പുറമെ ഇത് ഈ ഓൺലൈൻ ക്യൂ സമ്പ്രദായത്തിലൂടെ മാത്രം എത്തിയവരുടെ കണക്കാണ്. ഇതിനു പുറമെ എത്തിയവരാണ് കനകദുർഗയും, നമുക്കറിയാം കനകദുർഗ, ബിന്ദു എന്നിവർ ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദർശനം നടത്തിയവരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അത് ഇനിയും കൂടും എന്ന് തന്നെയാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി പത്രസമ്മേളനമൊക്കെ നടത്തി വന്നിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള എതിർപ്പ് വന്നിട്ടുണ്ട് അവിടെ. അതല്ലാതുള്ള ആളുകൾ കടന്നു പോയിട്ടുണ്ടാവാം, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? യുവതികൾ ശബരിമലയിലേക്ക് എത്തുന്നത് അത് പരസ്യപ്പെടുത്താതെ ഈ രീതിയിൽ എത്തിയവർക്കെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായിട്ടില്ല. കാരണം അവർ സാധാരണ ഭക്തർ എത്തുന്നത് പോലെ തന്നെ ആ ക്യൂയിലൂടെ കടന്നുപോയി ദർശനം നടത്തി മടങ്ങി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നൽകാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പക്കലുള്ള ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ആ രീതിയിൽ പരസ്യപ്പെടുത്താതെ എത്തിയത് മുഖാന്തരം ആ രീതിയിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിന് ഇടയാകാത്തതും അതുകൊണ്ട് തന്നെയാണ് എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇനി ദർശനം ഈ ക്യൂ സമ്പ്രദായത്തിൽ അല്ലാതെ നടത്തിയ യുവതികളുടെ കണക്കുകൾ കൂടി കൂടുതൽ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ശബരിമലയിൽ സുപ്രീം കോടതി വിധിക്ക് ശേഷം ദർശനം നടത്തിയ യുവതികളുടെ എണ്ണം അത് ഇരട്ടിയാകും എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ ഉയരുന്ന വിവാദം, അതായത് ഇതിൽ സംസ്ഥാന സർക്കാർ കൃത്രിമം കാട്ടി എന്നുള്ളത്, അതും വിലപ്പോവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഓരോ യുവതികളും അന്യ സംസ്ഥാനത്ത് നിന്നുള്ള യുവതികളാണ് ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതിൽ അധികം പേരും. അതുകൊണ്ട് തന്നെ മലയാളികൾ ആരും ഇല്ല എന്നുള്ളതും ഇതിൽ ശ്രദ്ധേയം തന്നെയാണ്. അവർ ഓരോ സ്ഥലത്തും ആന്ധ്ര സ്വദേശികൾ, തമിഴ്നാട് സ്വദേശികൾ എന്നിവരാണ് ഈ പട്ടികയിൽ അധികം പേർ എന്നുള്ളത് കൊണ്ട് തന്നെ അവർ തന്നെ രേഖപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആധാറിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓൺലൈൻ മുഖാന്തരം നടക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു വിധത്തിലുള്ള ക്രമക്കേടും ഇതിൽ നടത്താൻ സാധിക്കില്ല എന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് 51 സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയതിന്റെ പട്ടിക സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയതോടെ അയിത്താചരണക്കാർ നേരിടുന്നത് വൻ പരാജയം. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് പോലീസ് പിന്തുണ നൽകുന്നില്ലെന്ന വാദവും അസ്ഥാനത്തായിരിക്കുകയാണ്. ഇതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ച് തലയൂരാനുള്ള ശ്രമത്തിലാണ് BJP. ദിനകരന്റെ റിപ്പോർട്ട്. ശബരിമലയിൽ കൂടുതൽ സ്ത്രീകൾ കയറി എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അയിത്താചാരക്കാർ അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം ചൂണ്ടിക്കാട്ടാൻ. അതോടൊപ്പം തന്നെ പോലീസ് അവിടെ എത്തുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കിയില്ല എന്നുള്ള വാദവും ഇതോടെ അസ്ഥാനത്തായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP നടത്തുന്ന സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന ഒരു നിലപാട് കൂടി BJPക്കുള്ളിൽ ഉണ്ട്. അതോടൊപ്പം ആളുകൾ എത്താത്ത അല്ലെങ്കിൽ നേതാക്കൾ സമരത്തിന് നിരാഹാരം കിടക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ എത്രയും വേഗം സമരം അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശം RSS BJP നേതൃത്വത്തിന് നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പം PS ശ്രീധരൻപിള്ള ഒറ്റയ്ക്ക് ഈ നിരാഹാര സമരം നടത്താനുള്ള തീരുമാനം എടുത്തതിലും BJPക്കുള്ളിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. നേതാക്കൾക്കിടയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിരുന്നു. അതോടൊപ്പം 47 ദിവസം സമരം പിന്നിടുമ്പോൾ അണികൾ ഈ സമരത്തെ കൈയൊഴിഞ്ഞ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ സമരം തുടർന്നു കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാടിലേക്ക് BJP നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. 20-ാം തീയതി നട അടയ്ക്കുന്ന സാഹചര്യത്തിൽ സമരം
തുടർന്ന് കൊണ്ടുപോകേണ്ടതില്ല എന്ന നിലപാടും അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നേതൃത്വം നാളെ കൂടിയാലോചന നടത്തി സമരം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വലിയ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനുള്ള BJPയുടെ തന്ത്രമാണ് അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞിരിക്കുന്നത്. അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലും നേതാക്കൾക്കിടയിൽ പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം പല നേതാക്കളും നിരാഹാരം അനുഷ്ഠിക്കാൻ തയ്യാറാകാത്തതും BJPക്കുള്ളിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുമുണ്ട്. BJP കേന്ദ്ര നേതൃത്വത്തെ അല്ലെങ്കിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് സമരം ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നിരുന്നുവെങ്കിലും അതും പൊളിഞ്ഞ് പാളീസായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ നേതൃത്വം ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. സമരത്തിൽ നിന്നും തലയൂരാനുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ BJP നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ സമരം അവസാനിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം. വാർത്തകൾ തുടരും, ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. തൃശൂർ മാന്താമംഗലം പള്ളിത്തർക്കത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലൂടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. പള്ളിക്കകത്ത് പ്രതിഷേധിച്ചിരുന്ന ഇരു വിഭാഗങ്ങളും പുറത്തിറങ്ങിയതോടെ പള്ളി അടച്ചുപൂട്ടി. സംഘർഷമുണ്ടാക്കിയ വൈദികരടക്കം 120 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സിബിയുടെ റിപ്പോർട്ട്. തൃശൂർ മാന്താമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗം തമ്മിലുള്ള തർക്കത്തിലാണ് താത്കാലികമായി ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ജില്ലാ കളക്ടർ അനുപയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രശ്നങ്ങൾക്ക് താത്കാലിക പരിഹാരമായത്. പ്രധാനമായും ഹൈക്കോടതിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു അപ്പീലിൽ ഒരു ഉത്തരവ് വരുന്നത് വരെ ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്കകത്ത് പ്രവേശിക്കില്ല എന്ന് ഉറപ്പ് ഇന്ന് ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല ഈ പള്ളിക്കകത്ത് പ്രതിഷേധവുമായിരുന്ന യാക്കോബായ വിഭാഗത്തോട് പുറത്തേക്ക് വരാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. ഇത് പ്രകാരം ഇവർക്ക് വൈകിട്ട് 4 മണി വരെ സമയം അനുവദിക്കുകയും ചെയ്തു. പിന്നീട് ഈ യാക്കോബായ വിഭാഗം ഈ നിർദ്ദേശപ്രകാരം പുറത്തേക്ക് വരികയും പള്ളി താത്കാലികമായി അടച്ചു പൂട്ടുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ 2 ദിവസം ഉണ്ടായ ഒരു സംഘർഷത്തിലാണ് ഇപ്പോൾ താത്കാലികമായി അയവ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ രാത്രിയോടെയാണ് ഒരു വിഭാഗം ഓർത്തഡോക്സ് വിഭാഗം വിശ്വാസികൾ ഒന്നടങ്കം ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുകയും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പള്ളിയുടെ അവകാശത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും ചെയ്തത്. എന്നാൽ യാക്കോബായ വിഭാഗം ഇതിനെ പ്രതിരോധിക്കുകയായിരുന്നു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ കല്ലേറെല്ലാം തന്നെ ഉണ്ടാകുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പോലീസ് എത്തിയാണ് ഇവരെല്ലാം നിലയും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇതിൽ തൃശൂർ ഭദ്രാസന അധിപൻ ഉൾപ്പെടെ തൃശൂർ ഭദ്രാസന അധിപൻ യൂഹാനന്മാർ മെലിത്യോസ് ഉൾപ്പെടെ നിരവധി പേർക്ക് വൈദികർക്കെല്ലാം തന്നെയും പരിക്കേറ്റിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 120 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ 42 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ വധശ്രമം, കലാപം ഉണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഈ മാന്താമംഗലം പള്ളിയിൽ ഉണ്ടായിരുന്ന സംഘർഷത്തിന് താത്കാലികമായ ഒരു പരിഹാരമായി ഉണ്ടായിരിക്കുന്നു. ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തുകയും ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ഇനി ഓർത്തഡോക്സ് വിഭാഗം ഈ പള്ളിക്കകത്ത് പ്രവേശിക്കില്ല എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സംഘർഷത്തിന് അയവ് വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കർണാടകയിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ 75 MLA-മാർ പങ്കെടുത്തു. 4 വിമത MLA-മാർ യോഗത്തിനെത്തിയില്ല. കോടതിയിൽ ഹാജരാകാൻ ഒരാൾ അവധി തേടി. JDS കോൺഗ്രസ് സഖ്യ സർക്കാരിന് പ്രതിസന്ധി ഒഴിഞ്ഞുപോയതായി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. സന്തോഷ് എസിന്റെ റിപ്പോർട്ട്. ഓപ്പറേഷൻ താമര എന്ന പേരിൽ കർണാടകയിൽ BJP ഉയർത്തിയ പ്രതിസന്ധി തരണം ചെയ്തുവെന്ന് അറിയിക്കാനാണ് കോൺഗ്രസ് ഇന്ന് നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്തത്. ബാംഗ്ലൂരിലെ നിയമസഭാ മന്ദിരത്തിലെ കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം. 3:30 യോഗം ആരംഭിച്ചു. കോൺഗ്രസിന് ആകെയുള്ളത് 80 MLA-മാർ. ഇതിൽ 4 വിമതർ പ്രതീക്ഷിച്ചതുപോലെ യോഗത്തിൽ പങ്കെടുത്തില്ല. ഒരാളാകട്ടെ ബെല്ലാരി റൂറലിൽ നിന്നുള്ള ഒരു MLA ആകട്ടെ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒഴികെ 75 കോൺഗ്രസ് MLA-മാരാണ് ഇന്നത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തത്. ഈ ബെല്ലാരി റൂറലിലെ MLA അടക്കം 76 പേർ ഇപ്പോഴും കോൺഗ്രസ് പക്ഷത്തു തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇന്നത്തെ നിയമസഭാ കക്ഷി യോഗം തെളിയിക്കുന്നു. ഇത് കോൺഗ്രസിന് ഏറെ ആശ്വാസം പകരുന്നുണ്ട്. JDS കോൺഗ്രസ് സഖ്യ സർക്കാരിന് ഇപ്പോൾ എന്തായാലും ഭീഷണികളൊന്നുമില്ല എന്നതും നേതാക്കൾ വലിയ പ്രതീക്ഷയോടെ യോഗശേഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ വിമത MLA-മാരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ തീരുമാനം എടുക്കുകയും ചെയ്യും. ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. രാമക്ഷേത്ര നിർമ്മാണ വിഷയത്തിൽ മലക്കം മറിഞ്ഞ RSS. ക്ഷേത്ര നിർമ്മാണം 2025-ലെന്ന് RSSന്റെ രണ്ടാമനും
ജനറൽ സെക്രട്ടറിയുമായ ഭയ്യാജി ജോഷി പറഞ്ഞു. ഉത്തർപ്രദേശിൽ കുംഭമേളയിൽ സംസാരിക്കുകയായിരുന്നു ഭയ്യാജി ജോഷി. രാമക്ഷേത്ര നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നായിരുന്നു ഇതുവരെ RSS പറഞ്ഞിരുന്നത്. സന്തോഷ് എസിന്റെ റിപ്പോർട്ട്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും RSS ഒളിച്ചുകളി തുടരുകയാണ്. എത്രയും വേഗം ഓർഡിനൻസ് പുറത്തിറക്കി ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കും എന്നായിരുന്നു സംഘപരിവാർ പ്രവർത്തകർ പ്രചാരണം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ RSSന്റെ രണ്ടാമനും ജനറൽ സെക്രട്ടറിയുമായ ഭയ്യാജി ജോഷി ആകട്ടെ മറ്റൊരു കാര്യമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നടന്ന കുംഭമേളയിൽ സംസാരിച്ച ഭയ്യാജി ജോഷി 2025 മാത്രമേ രാമക്ഷേത്ര നിർമ്മാണം ഉണ്ടാവുകയുള്ളൂ എന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. 2025 രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും രാജ്യം വികസനത്തിലേക്ക് കുതിക്കും എന്നാണ് ഭയ്യാജി ജോഷി ഇന്ന് പ്രസംഗ മധ്യത്തിൽ പറഞ്ഞത്. ഇതേറെ വിവാദമാവുകയും ചെയ്തു. കാരണം RSS നേരത്തെ പറഞ്ഞിരുന്നത് എത്രയും വേഗം, പ്രത്യേകിച്ച് ഈ വർഷം തന്നെ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കും എന്നാണ്. അത് ഒരു പടി കൂടി കടന്ന് വർഷങ്ങൾ നീണ്ടതിനു ശേഷമേ രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് കടക്കുകയുള്ളൂ എന്ന് RSS പറയുന്നത് തന്നെ വലിയ പ്രശ്നത്തിലേക്കും വലിയ വിവാദത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി. ഇതോടുകൂടി BJP ഒരു പ്രതികരണവുമായി ഇന്ന് രംഗത്തെത്തി. സ്മൃതി ഇറാനി ആകട്ടെ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത് ക്ഷേത്ര നിർമ്മാണം നിയമം പറയുന്നത് പോലെ നടക്കും എന്നാണ് അവർ വ്യക്തമാക്കിയത്. इसलिए ये भी कहना चाहूंगी कि माननीय प्रधानमंत्री जी ने भी जब उनसे यह सवाल किया गया तब संविधान की मर्यादा में रहकर किस प्रकार से भारत सरकार इस मुद्दे पर अपना कार्य करेगी उस पर प्रधानमंत्री जी स्वयं बोल चुके हैं. ക്ഷേത്ര നിർമ്മാണ വിഷയമുയർത്തി ഹിന്ദുത്വ വോട്ട് ഏകീകരിക്കുക തന്നെയാണ് ഇപ്പോഴും RSSും BJPയും നടത്തുന്നത്. 2025 കാര്യങ്ങൾ നീട്ടുന്നതോടുകൂടി അതുവരെ ഈ വിഷയം ഉയർത്തി RSSന്റെയും സംഘപരിവാറിന്റെയും പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഭയ്യാജി ജോഷി ലക്ഷ്യമിടുന്നത്.